ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. കൊച്ചിയും ഓണത്തിരക്കിന്റെ മൂഡിലാണ്. മെട്രോ നഗരത്തിന്റെ ഓണവിശേഷങ്ങളുമായി നമുക്കിപ്പം ജിജീഷ് കരുണാകരൻ കൂടി ചേരുകയാണ്. ജിജീഷ്, ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ നമുക്ക് പിന്നിൽ കാണാം, അവിടെ ഓണവിപണി സജീവമാണ്. ആളുകളൊക്കെ മഴയാണ് എന്ന് തോന്നുന്നു, എങ്കിലും ആ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. രാഗി, ഓണാശംസകൾ. ഈ ഉത്രാടം നാളിൽ നമ്മൾ കണ്ടതാണ്, രാവിലെ മുതൽ തന്നെ ആ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലായിരുന്നു നാടും നഗരവും എല്ലാം തന്നെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏലൂരിലാണ്. ഏലൂരും തൃക്കാക്കരയോട് ചേർന്ന് കിടക്കുന്ന ഏലൂരിലും ആഘോഷങ്ങൾ അതിൻ്റെ പാരമ്യത്തിൽ തന്നെയാണ്. നിരവധി പൂ വിൽക്കുന്ന കടകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഏരിയ നിറയെ പൂക്കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തിയാണ് പൂക്കൾ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വില കുറവുണ്ടോ പൂക്കൾക്കെല്ലാം? വില കുറവുണ്ടോ? നല്ല വില കേട്ടോ. അവിടെ നല്ല വില, മഴയും ഇതൊക്കെ ഉള്ള കാരണം നല്ല വിലയാണ് കാരണം. ആണോ? എന്താ വെച്ച് പറഞ്ഞ കച്ചവടം വെള്ളത്തിലായോ? ഞങ്ങൾക്ക് ഇവിടെ വില കൂടുതൽ വെച്ച് മേടിക്കണ്ട്, ഇവിടെ വരുമ്പോ കുറച്ച് ചോദിക്കണ്ട്, അങ്ങനെ കുറവാ കച്ചവടമൊക്കെ. അവിടെ നല്ല വിലയാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ എത്തുമ്പോ എന്തൊക്കെ വില ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ 10 രൂപ കിട്ടാനല്ലേ നോക്കണം. അപ്പൊ ഞങ്ങൾ ആ പറയുന്ന വിലക്ക് വാങ്ങിക്കാനില്ല. അപ്പൊ ഞങ്ങക്ക് ലാഭമില്ല, നഷ്ടമാണ്. വില കുറച്ചാ ചോദിക്കണേ, ഞങ്ങക്ക് മുതലാകണ്ടേ. പ്രശ്നം ഇതൊക്കെ ഞങ്ങള് 250 ചോദിക്കണേ, ആൾക്കാർ 150 ചോദിക്കണേ. അത് ആ പൂ മഞ്ഞ ജമന്തി ഇതൊക്കെ വാടാമല്ലി അങ്ങ് 500 രൂപ പറയുമ്പോൾ 400 രൂപ പറയുമ്പോഴും കൂടി മേടിക്കണില്ല. 200 രൂപ 250 രൂപ. വെള്ളക്കൊക്കെ 1000 രൂപയാണ് അവിടെ. ഞങ്ങൾ ഇവിടെ 900 രൂപയ്ക്ക് വിളിച്ചാലും മേടിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് കച്ചവടം ചെയ്യാനാ? അങ്ങനെയൊക്കെയാണ് കച്ചവടമൊക്കെ പോയി, മഴ വന്നൊക്കെ പോയപ്പോൾ. രാഗി, ഇത്തരത്തിൽ അവർ പറയുന്നത് വലിയ പൂക്കൾക്കെല്ലാം വലിയ വിലയാണ്. അത് സാധാരണ ആളുകളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായി അവർ വില കുറച്ച് ചോദിക്കും. അങ്ങനെ കച്ചവടത്തിൻ്റെ ഒരു മത്സര സ്വഭാവത്തിൻ്റെ ഭാഗമായി പലപ്പോഴും വില കുറച്ച് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്നു. മാത്രമല്ല, ഈ മഴ അവരുടെ പ്രതീക്ഷകളെ, കച്ചവട പ്രതീക്ഷകളെ എല്ലാം തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന കാര്യം കൂടിയാണ് അവർ പറയുന്നത്. എന്നാൽ ഈ മഴ ഒരൽപ്പം മാറി നിൽക്കുന്നുണ്ട്, എന്നാൽ പോലും ആളുകൾ ഈ സമയത്തും ഇവിടെയെല്ലാം എത്തുന്നുണ്ട് എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ തിരക്കുകൾക്കിടയിലും എല്ലാം തന്നെ. ചേട്ടാ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിയോ ഉത്രാടത്തിന്റെ? സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. ഇത് അവസാന പ്രത്യേകിച്ചാണ് നാളത്തേക്കുള്ള. തുമ്പയൊക്കെ ഭയങ്കര വിലയുണ്ട്. എല്ലാത്തിനും വില കൂടുതലാണ്. പൊതുവേ കുഴപ്പമില്ല, പൂക്കളൊക്കെ കുഴപ്പമില്ല. ഇവിടെ ഈ ഭാഗത്ത് തുമ്പ ഞങ്ങൾ ആദ്യമായിട്ട് മേടിക്കണം. പക്ഷേ ഇത്രയും പൈസയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം വാങ്ങിച്ചു. നല്ല തന്നെ. എല്ലാം വാങ്ങി. ഞങ്ങളെ 2 പേരുള്ളൂ. ഞങ്ങൾ മോളുടെ അടുത്തോട്ട് പോവുക. അവിടെയാണ്, മോളുടെ അടുത്താണ്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ പിന്നെ ഞങ്ങൾ മോളുടെ അടുത്തോട്ട് പോകും. അവിടെ പൂക്കളെ ഇടുക. അതിന് വേണ്ടിയിട്ട് പൂവൊക്കെ വാങ്ങിച്ചത്. അവിടെ കുട്ടികളുണ്ട്, 2 പിള്ളേരുണ്ട് മോക്ക്. ഇത്തരത്തിൽ ഓരോരുത്തരും ഓണാഘോഷങ്ങൾക്കായി അവരുടെ ബന്ധുവീടുകളിലും മകളുടെ വീടുകളിലും ഒക്കെ എത്തുന്നു. എങ്ങനെയുണ്ട് ഓണാഘോഷങ്ങൾ? ഓണാഘോഷം തകൃതിയായിട്ട് നടക്കുന്നു. ഏത് ചാനലാണ്? ഓക്കെ സാർ, നന്നായിട്ട് നടക്കുന്നു. നന്നായിട്ടാണ് പോകുന്നത്. പക്ഷെ ഇന്ന് മഴ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു വന്നു എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല ആഘോഷമായിട്ട് നടക്കുന്നത്. കുറവൊന്നുമില്ല. തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. തകർക്കാൻ പറ്റില്ല. ഓക്കെ. രാഗി, അദ്ദേഹം വളരെ സന്തോഷത്തോടെ, വളരെ പ്രസരിപ്പോടെ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത്, ഒരു മഴയ്ക്കും തകർക്കാൻ കഴിയുന്നതും തടയാൻ കഴിയുന്നതുമല്ല ഈ ഓണാഘോഷങ്ങൾ. അത് മലയാളിയുടെ ഒരു ദേശീയ ഉത്സവം മാത്രമല്ല, മലയാളിയുടെ മനസ്സുകളിൽ കുടിയേറിയ അവരുടെ പൊതു ചിന്ത, ആഘോഷം തന്നെയാണ്. അത് മറന്ന് മലയാളി മാറില്ല. എത്ര വലിയ മഴയാണെങ്കിലും അവർ ആ ഓണം ആഘോഷിക്കാൻ പൂക്കൾ വാങ്ങാനെത്തും, പച്ചക്കറികൾ വാങ്ങാനെത്തും, സദ്യ ഒരുക്കുന്ന ചിട്ടവട്ടങ്ങളുടെ ഭാഗമായി അവർ ഓടി നടക്കും. അത് തന്നെയാണ് ഈ ഉത്രാടപ്പാച്ചിൽ. തലേ ദിവസം അത്തരം ഓട്ടപ്പാച്ചിലുകൾക്ക് ഉള്ളത് തന്നെയാണ്. ഈ പൂവിപണിയിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ കാണാം. ഒരിടത്ത് പോലും ആളുകൾ ഇല്ലാതില്ല. എല്ലായിടത്തും ഈ സമയത്തും തിരക്കുണ്ട്. പല ഭാഗങ്ങളിലും തിരക്ക് കുറയുന്ന സമയത്ത് പോലും ഇതുപോലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം വലിയ ഒരു ആൾത്തിരക്കുണ്ടാകുന്നു എന്നത് തന്നെയാണ്. പൂക്കളുടെ വിലയൊക്കെ ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട്? വിലയൊക്കെ ന്യായമായതാണോ? കൂടുതലാണ്.
വാങ്ങിച്ചില്ല, വാങ്ങിക്കാൻ പോണേ ഉള്ളൂ. പല സ്റ്റാളിലും പല വിലയാണ്. പല സ്റ്റാളിലും പല വിലയാണ്. പല സ്ഥലത്തും പൊതുവെ വില കുറവ് തോന്നുന്നുണ്ട്. ഈ കുറേ പൂക്കൾ കുറേ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റാളിലെ വിലയല്ല അപ്പുറത്ത്, എൻ്റെ അപ്പുറത്തെ വിലയല്ല അപ്പുറത്ത്, അങ്ങനെ തോന്നുന്നു. അറിയാൻ പറ്റുള്ളൂ. രാഗി, അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പൂക്കടകളുണ്ട്. അതായത് അത്രയധികം ഒരു 19 പൂക്കടകൾ നിരന്ന് ഉണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്തെ വിലയല്ല മറ്റൊരു സ്ഥലത്ത്. ഓരോ സ്ഥലത്തും ചോദിച്ചാലാണ് എവിടെയാണ് ലാഭം, എവിടെയാണ് മിതമായ വിലയ്ക്ക് ലഭിക്കുക എന്നെല്ലാം ചോദിച്ച് പോകണം. അങ്ങനെ തന്നെയാണ് ആളുകൾ വാങ്ങുകയും ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും അവർ ആദ്യം കാണുന്ന കടയിൽ നിന്ന് വാങ്ങിയല്ല, എല്ലായിടത്തും ചോദിച്ച് വില ന്യായമാണ് എന്ന് കാണുന്നിടത്ത് നിന്ന് വാങ്ങുകയെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ തൃക്കാക്കരയിലെ ഓണമാണ് കാണിച്ചിരുന്നത് എങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഏലൂർ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെയും ഓണം അതിൻ്റെ കളർഫുള്ളായി തന്നെ, പൂക്കളങ്ങൾ കൊണ്ട് കളർഫുള്ളായി തന്നെ നിൽക്കുന്നു എന്നത് തന്നെയാണ് ആ കാഴ്ചകളെ അത്രമാത്രം മനോഹരമാക്കുന്നത്. രാഖി.